നോട്ട്ബുക്കും കാൽക്കുലേറ്ററും കയ്യിൽ ഉണ്ടായി വിചാരിക്കുന്നു. സോ ഇങ്ങനെ പറഞ്ഞു കേട്ടത് പ്രോബ്ലം ഉണ്ടായിരുന്നു. റൈറ്റ് ദിസ് വൺ, റൈറ്റ്? It's a composite problem to contain 3 walls, right? So today we are discussing some different type of problem. ഒരേ മോഡൽ ഒരേ പ്രോബ്ലം ചെയ്തിട്ട് കാര്യമില്ല. സോ ഐഡിയ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എക്സസൈസ് ആയിട്ട് കീഴ്പ്പെട്ടി തരുന്നതാണ്. അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഡിഫറെൻ്റ് ആയിട്ട് പ്രോബ്ലംസിലേക്ക് നമുക്ക് കിടക്കാം, റൈറ്റ്? സോ ഇതിന് മുന്നേ I want to say that simple here. എൻ്റെ കാര്യങ്ങൾ അതിനടുത്ത് പറയണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാൾസ്. ഒരു 3 വാളുണ്ടെങ്കിൽ T1, T2, T3, T4, റൈറ്റ്? So if the question says that there is a temperature drop between the interface, ഇനി ഏതെങ്കിലും പ്രോബ്ലത്തിൽ ചോദിക്കുന്നു there is a temperature drop between the interface. ഇന്റർഫേസിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നു, മീൻസ് ടെമ്പറേച്ചർ കുറയുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ just want to mark the T1 here, T2 here and T3, some loss of temperature here, T2 to T3 and T4. If there is a temperature drop in this wall itself, this goes to T4 to T5. Okay, അങ്ങനെ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ T1, T2, T3, T4 എന്നല്ല എഴുതേണ്ടത്. സോ ഇഫ് ദർ ഇസ് എ ടെമ്പറേച്ചർ ഡ്രോപ്പ് ബിറ്റ്വീൻ ദി ഇന്റർഫേസിൽ നിൽക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഇറ്റ് വിൽ ബിക്കം T2 to T3 ഹിയർ, കുറഞ്ഞിട്ടാണ് T3 നിന്ന് T4ലേക്ക് പോകുന്നത്, റൈറ്റ്? സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അലേർട്ട് ആവുക, റൈറ്റ്? If there is a temperature drop between interface, the temperature lower in that interface itself, T2 to T3. അങ്ങനെ പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് റൈറ്റ്. സോ next one I forgot to explain, that is overall heat transfer coefficient. This is the one, overall heat transfer coefficient. It is simply explained as Q equal to UA into delta T. U is represented as the overall temperature coefficient. So there is a small derivation, right? So from the latest previous examples, we already discussed about the heat transfer between the wall conduction മാത്രമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നത്, റൈറ്റ്? കണ്ടക്ഷൻ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3 വാൾ ഉണ്ടാണെങ്കിൽ ഒരു 3 വാളിലും നമ്മൾ കണ്ടക്ഷൻ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, റൈറ്റ്? If there is a single wall or there is a 3 wall, 2 wall, anything, we already discussed about the conduction between the wall, right? Conduction മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. കൺവെക്ഷൻ കൂടി ഉണ്ടെങ്കിൽ, if there is a convection between the wall, what will become if there is convection between the wall, right? I already explained that convection is heat transfer between the some fluid to some material without any contact ഇല്ലാത്ത രീതിയിലെ ട്രാൻസ്ഫർ ആണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ഫ്ലൂയിഡ് മീഡിയം, ആ ഫ്ലൂയിഡ് മീഡിയം ഒരു വാളിലേക്ക് ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ചെയ്യും, റൈറ്റ്? ദിസ് കൺവെക്ഷൻ. പുറത്ത് ഒരു ഫ്ലൂയിഡ് മീഡിയം വരും, അതായത് ഒരു ഫ്ലൂയിഡ് മീഡിയത്തിനകത്തേക്കാണ് നമ്മൾ ഈ മെറ്റീരിയൽ കടത്തി വെച്ചേക്കുന്നത്, റൈറ്റ്? കൺസിഡർ എ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഹീറ്റ് ഇൻകമിങ്ങിൻ്റെ ഔട്ട് ഗോയിങ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ ഒരു കൺവെക്ഷൻ നടക്കുന്നു, ഇവിടെ ഒരു കണ്ടക്ഷൻ നടക്കുന്നു, ആൻഡ് ആദ്യം കൂടി ഒരു കൺവെക്ഷൻ നടക്കുന്നു. കൺവെക്ഷൻ ഫ്രം ഫ്ലൂയിഡ് ടു ദി സർഫസ് ആൻഡ് കണ്ടക്ഷൻ ഫ്രം ദിസ് മെറ്റീരിയൽ ടു ദിറ്റ് എൻഡ് ആൻഡ് കൺവെക്ഷൻ ഫ്രം ദിസ് എൻഡ് ടു ദിസ് ഫ്ലൂയിഡ്, അല്ലേ? കൺവെക്ഷൻ. സോ അങ്ങനെയുള്ള പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഒന്നുമില്ല, ജസ്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഫ്ലൂയിഡ് അതായത് കൺവെക്ഷൻ ആണോ കണ്ടക്ഷൻ ആണോ എന്നുള്ളത്. ഇഫ് ദർ ഇസ് കണ്ടക്ഷൻ മാത്രമാണെങ്കിൽ എങ്ങനെയാവും ക്വസ്റ്റ്യൻ? ഇക്വേഷൻ ബിക്കം ലൈക്ക് ദാറ്റ്, Q equal to delta T by R, അല്ലേ? RTH, തെർമൽ റെസിസ്റ്റൻസ്. ഇതാണ് സാധാരണ കണ്ടക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്തത്. അപ്പോൾ ഹിയർ ഫോർ കൺവെക്ഷൻ ഇക്വേഷൻ, കൺവെക്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഇക്വേഷൻ ബിക്കം ലൈക്ക് ദാറ്റ്, Q equal to, രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താ? Q equal to
delta T by 1 RTH plus RTH2 അല്ലേ RTH1 plus RTH2 2 volt. For convection we are taking that 2 equal to delta T by RTH value. We are taking the RTH value like that. എന്താ എടുക്കുന്നത് RTH for conduction is conduction എന്തായിരുന്നു L by Ka അല്ലേ conduction R value conduction L by Ka. Convection എടുക്കുന്ന resistance value is 1 by H into A. Is the only difference. അതൊക്കെ ഡാറ്റ ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. L by Ka is for conduction and 1 by Ha is for convection. This H will given in the question. H will given. Here it is. HHF, heat transfer coefficient of hot fluid. So let us consider the example which I described earlier, like that. There is a fluid medium and there is a metal part inside it. So the heat transfer is occurring between the fluid medium to this particular material, like conduction. Here it was convection, and here it was conduction, and later it also goes to convection. So the equation for R will become 1 by H into A here, and here 1 by L by Ka here, and here 1 by H into A. Here hot fluid is transferred to this material part, and the heat transfer temperature കുറഞ്ഞ വരികയില്ലേ, like hot fluid ആണ് ഇവിടെ കൊടുക്കുന്നത്, ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ എത്തി, ഇവിടുന്ന് കോൾഡ് ഫ്ലൂയിഡ് ആണ് പുറത്തേക്ക് പോകുന്നത്. സോ there is a hot fluid filling here and cold fluid filling here. So here THF means temperature of hot fluid. TCF means temperature of cold fluid. HHF means heat transfer coefficient of convection of hot fluid. HCF means heat transfer coefficient of cold fluid. ഹോട്ട് എടുത്ത ഭാഗത്തായിരിക്കും എന്തായാലും, കോൾഡ് വലത്തോട്ടായിരിക്കും ഉറപ്പായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ. സോ let us consider a state like this. So L is the thickness of the metal bond, L, metal bond thickness L. K is the thermal conductivity of the bond, here K is the thermal conductivity of the bond. T1 is the temperature of the surface, T1 here surface. T2 is the temperature of other surface, T2 metal surface മാത്രം. THF is temperature of the hot fluid, TH is temperature of hot fluid. TCF is the temperature of cold fluid. HHF is the heat transfer coefficient from hot fluid to metal surface. Hot fluid in the metal surface heat transfer coefficient and HHF. And HCF is the heat transfer coefficient from the metal surface to cold fluid. Cold fluid കൊടുക്കുന്നത് ഇത് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ അത് എക്സാമ്പിൾ ആയിട്ട് തരുന്നതാണ്. ഇങ്ങനെയും തരും. എങ്ങനെ കോൾഡ് ഫ്ലൂയിഡ് ഉണ്ടാവും, ഫ്ലൂയിഡ് ഉണ്ടാവും, മെറ്റൽ പാർട്ട് ഉണ്ടാവും, പിന്നെ അപ്പുറം ഫ്ലൂയിഡ് ഉണ്ടാവണമെന്നില്ല, ഇത്രയേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ എന്താവുണ്ടോ, ഇവിടെ ഇക്വേഷൻ എങ്ങനെ വരിക, ഇവിടെ ഹോട്ട് ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ, കോൾഡ് ഫ്ലൂയിഡ് ഇല്ല. സോ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ടേക്കൺ ഫ്രം ഹിയർ ടു ദിസ്. ഇത് T1 ഇത് T2 ആണ് കൊടുത്തെങ്കിൽ, ഇത് THF ആണ് കൊടുത്തെങ്കിൽ, ഹോട്ട് ഫ്ലൂയിഡ് കൊടുത്തെങ്കിൽ Q ഈക്വൽ ടു ഡെൽറ്റ T എന്ന് പറയുന്നത് T of HF minus T2 by 1 by HA plus L by Ka അല്ലേ, ഇതിൻ്റെ ഞാൻ റെഡ്യൂസ് ചെയ്യും. സോ ഹിയർ വി ആർ ടേക്കിംഗ് ഒരു ഹോട്ട് ഫ്ലൂയിഡിൻ്റെ അകത്തൊരു മെറ്റൽ പാർട്ട് ഇറക്കി വെച്ച് എങ്ങനെ ഉണ്ടാവും അതേപോലെ മനസ്സിലാക്കുക, റൈറ്റ്. സോ ദി ഇക്വേഷൻ വിൽ ബിക്കം ഫസ്റ്റ് ഇക്വേഷൻ ഫോർ കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഓഫ് ഫസ്റ്റ് പാർട്ട്, അതായത് ഫ്ലൂയിഡിൽ നിന്ന് ഈ ബോഡിയിലേക്ക് കൊടുക്കുന്നതിൻ്റെ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അത് കൺവെക്ഷൻ ആണല്ലേ, കണ്ടക്ഷൻ അല്ല. സോ ദി ഇക്വേഷൻ ഈസ് 2 equal to HHF into area into THF minus C1. കണ്ടക്ഷൻ ഇക്വേഷൻ അല്ല, കണ്ടക്ഷൻ ഇക്വേഷൻ എന്താണ്, AA into dt by dx ആണല്ലേ, നമ്മൾ പഠിക്കുന്നത് ഫോറിയർ ഇക്വേഷൻ. AA into dt by dx is the conduction equation, and convection equation is 2 equal to H into A into T2 minus T1 ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഇവിടെ, അല്ലെങ്കിൽ TF minus TC, hot fluid minus cold fluid ആയിരുന്നു നമ്മൾ കൺവെക്ഷൻ ഇക്വേഷനെ പഠിച്ചിരുന്നു, റൈറ്റ്. So for first part in this convection equation, that is 2 is equal to HHF hot fluid into area into THF minus T1, അതായത് hot fluid in temperature 1ലേക്ക്. This part is convection. Second one is conduction, which means the heat transfer rate for the metal part T1 to T2, that is നമ്മുടെ equation തന്നെ, Q equal to Ka into T1 minus T2 by L, right. Third one is convection. Which means this HCF to T2 to HCF, അല്ലേ, T2 to HCF. So 2 equal to HCF into area into T2 to
T2 minus TCF. ഇതാണ് 3 ഇക്വേഷൻ. 3 റേറ്റ് ഓഫ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. From first one is to fluid to the metal part, and second one is metal part to metal part, and third one is metal part to fluid. 3 equation are the first one is convection, second is conduction, and third one is convection, right? For rearrange the three equation we can rearrange in the form as THF minus T1 equal to T1 equal to T2 equal to T2 minus TCF equal to. ഈ 3 equation rearrange ചെയ്യാം. First one for ഇതിനെ rearrange ചെയ്യുമ്പോൾ ഇത് വരും THF minus T1 equal to HHFും എയും അടിയിൽ പോകും അല്ലേ, ക്യൂവിൻ്റെ അടിയിലേക്ക് പോകും, ഈക്വൽ ടു Q by HHF into A. സെക്കൻഡ് വൺ ചെയ്യുമ്പോൾ T1 minus T2 ചെയ്യുമ്പോൾ T1 minus T2 equal to Q into L by K അല്ലേ, Q into L by K. തേർഡ് ഇക്വേഷൻ ചെയ്യുമ്പോൾ ഇക്വേഷൻ T2 minus TCF equal to Q by HCF into A. HCF ആണ്, KCF അല്ല, HCF into A, right? So adding the 3 equation that we got and rearrange the equation. This is 1, this is 2, this is 3. Adding the 3 equation, THF minus T1, that become THF minus T1 plus T1 minus T2 plus T2 minus TCF. This T1 minus T1 plus T1 cancelled, minus T2 plus T2 will cancel. The only term remaining is THF minus TCF. THF minus TCF മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. So add in the equation you will get THF minus TCF equal to the common term for the 3 equation is Q. A ഉണ്ട് അല്ലേ, Q by A എന്ന് എടുക്കാം, അല്ലെങ്കിൽ Q ആയിട്ട് പോകട്ടെ. Q equal to 1 by HF into A plus L by KA plus 1 by HF into HCF into A. For fluid, cold fluid. So here Q equal to നടക്കുമ്പോൾ ഈ ഫുൾ ടേം അടിയിലേക്ക് പോകും. THF minus TCF by 1 by this equation. A കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, അത് മുകളിലേക്ക് കൊണ്ടുപോയതാണ് ഈക്വേഷൻ, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ we can write the denominator 1 by this denominator. We can term this denominator as U. ഇത് A equal to Q equal to A into THF minus TCF by this derivation ആണല്ലോ. So we can take the 1 by this denominator മാത്രം എടുക്കുക, അല്ലെങ്കിൽ ആ ടേം 1 by HHF plus L by K plus 1 by HCF. ആ ടേം പുറത്തെടുക്കുക. ആ ടേമിനെയാണ് നമ്മൾ U എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓവറോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ. ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് U എന്ന് പറയുന്നത് കണ്ടക്ഷനും കൺവെക്ഷനും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ, ദാറ്റ് ഈസ് this term 1 by this term. That is for first part, the R equation is 1 by H hot fluid, 1 by HHF, H into HF, L by K, then for third one 1 by HCF. So Q, we can write the equation as Q equal to U into A into THF minus TCF, where U equal to 1 by HF, 1 by HHF plus L by K plus 1 by HCF. Okay, ഒന്നുമില്ല, നമ്മൾ ഇതുവരെ എടുത്ത കണ്ടീഷൻ അല്ല, ഇവിടെ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ എടുത്തത് അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചത് കണ്ടക്ഷൻ മാത്രമാണ്. If there is 3 wall, if there is 2 wall, or a single wall, or a plain wall, we are only taking as a condition as conduction. So here we are taking convection also. ഒരു ഫ്ലൂയിഡ് മീഡിയം കൂടി എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ, so there is a heat transfer from a fluid medium to metal surface അല്ലേ. ഇങ്ങനെ അറേഞ്ച് ചെയ്തെങ്കിൽ ഇങ്ങനൊരു ഫിഗർ നിങ്ങൾ കിട്ടി. എപ്പോഴും അടുത്ത ഭാഗത്തായിരിക്കും ടെമ്പറേച്ചർ ഹയർ, വലത് ഭാഗത്തായിരിക്കും ടെമ്പറേച്ചർ ലോ, റൈറ്റ്? അടുത്ത ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ഇങ്ങനെയായിരിക്കും എപ്പോഴും ഫിഗർ ഉണ്ടാവുക. T1 ബി ഗ്രേറ്റർ ദാൻ T2. കാരണം ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്, ഹീറ്റ് ലോസ് ട്രാൻ ചെയ്യുമ്പോൾ ഹീറ്റ് കുറയാണ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ ടെമ്പറേച്ചർ ഈസ് റെഡ്യൂസിങ്. സോ ഹിയർ ഇടത് ഭാഗത്തുള്ള ഫ്ലൂയിഡ് മീഡിയം ആണെങ്കിൽ അത് ഹോട്ട് ഫ്ലൂയിഡ് ആയിരിക്കും, വലത് ഭാഗത്തുള്ള ഫ്ലൂയിഡ് മീഡിയം ആണെങ്കിൽ അത് കോൾഡ് ഫ്ലൂയിഡ് ആയിരിക്കും, റൈറ്റ്? ഇവിടെ THF ടെമ്പറേച്ചർ ഓഫ് HF ആയിരിക്കും, ഇവിടെ ടെമ്പറേച്ചർ ഓഫ് CF ആയിരിക്കും, ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഓഫ് HHF ആയിരിക്കും, ഇവിടെ HCF ആയിരിക്കും. ഈ HHF എന്ന് കേട്ട് പേടിക്കണ്ട, HHFന്റെയും HCFന്റെയും ഒക്കെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഇതൊരു എനി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നിട്ടുണ്ടാവും, റൈറ്റ്? അത് മനസ്സിലാക്കി വെക്കാം. സോ അങ്ങനെയുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്, റൈറ്റ്? ഫസ്റ്റ് ഇതിൽ ഇപ്പോൾ 2 കണ്ടീഷൻ ഒന്ന് പഠിച്ചു. ഒന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പിൻ്റെ പഠിച്ചു, സെക്കൻഡ് വൺ ഇത് പഠിച്ചു, കൺവെക്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് പഠിച്ചു, റൈറ്റ്? ഓക്കെ, പ്രോബ്ലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്യും, ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ,
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അപ്ലിക്കേഷൻ ഓഫ് പ്രോബ്ലം. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യും. ജസ്റ്റ് പറഞ്ഞതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കാണിച്ചിരുന്നു. റൈറ്റ്. സോ ഹിയർ ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് നടക്കുന്നത് ഒരു ലെഫ്റ്റിൽ മാത്രമേ മീഡിയം ഉള്ളൂ, റൈറ്റിൽ ഫ്ലൂയിഡ് മീഡിയം ഇല്ല. സോ ദ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്, ഓവറോൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് Q ഈക്വൽ ടു ഓർ Q/A, ഏരിയ മാത്രം, Q ഇൻറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു THF, ഹീറ്റ് ഫ്ലൂയിഡ് THF ടു ലാസ്റ്റ് T4 ആണുള്ളത് അല്ലേ. ഇവിടെ ഫ്ലൂയിഡ് മീഡിയം ഇല്ല. ഫ്ലൂയിഡ് മീഡിയം ഉണ്ടെങ്കിൽ TCF ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ല. സോ ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഫ്രം THF to T4. Here it is, THF to T4 divided by, for here R value is 1/HF for fluid plus LA/KA here, LB/KB here, LC/KC. ഇത്രയേ ഉള്ളൂ. ഇതിൽ HHFിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ വാല്യൂ ജസ്റ്റ് കൊടുക്കുക മാത്രമേ ഉള്ളൂ. THFിൻ്റെയും ടെമ്പറേച്ചർ ഓഫ് ഫോർ ഫ്ലൂയിഡ് അതും തന്നിട്ടുണ്ടാവും. റൈറ്റ്. So first of all, you can do the problem. Write the problem of this temperature drop. Temperature drop in a problem here. Right. So please note down the question here. Question and note here. Right. Please note down the question. Note. Okay, sir. Simple problem. Simple problem. ചെയ്താൽ മനസ്സിലാവും. കാണുമ്പോൾ ലെങ്ത്, നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ ലെങ്തി ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കാണും. പക്ഷേ ഡോണ്ട് തിങ്ക് ദറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. ഈവൻ ദോ ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. എന്തുകൊണ്ടാണ് ബിഗ് പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ 2-3 വാൾ ഉണ്ടെങ്കിൽ ആ 3 വാളിൻ്റെയും Kൻ്റെ വാല്യൂ, 3 വാല്യൂം Lൻ്റെ വാല്യൂ, 3 വാല്യൂം ഇതിൻ്റെ ഒക്കെ തരുമ്പോഴാണ് ഇത് ലെങ്തി ആയി വരുന്നത്. ദ ക്വസ്റ്റ്യൻ ഓവറോൾ ഈസ് വെരി സിമ്പിൾ. I will read it. A wall of a furnace is made up of inside layer of silica brick 120 mm thick. Inside layer എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇടത് ഭാഗത്തുള്ള ലെയർ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇടത് ഭാഗത്തായിരിക്കും ഇൻസൈഡ്, പുറത്തേക്ക് പോകുന്ന വലത് ഭാഗത്ത്. റൈറ്റ്. A wall of furnace is made up of inside layer of silica brick 120 mm thick. Inside layer is 120 mm thick, covered with a layer of magnesite brick. Covered with a layer of magnesite brick of 240 mm thick. Covered with a layer of magnesite brick of 240 mm thick. Stop. The temperature at the inside surface of silica brick, the temperature at the inside surface of silica brick wall and outside surface of magnesite brick wall are 725 degrees Celsius and 1110 degrees Celsius. ആദ്യം ഉള്ളത് സിലിക്ക ബ്രിക്ക്, അതിൻ്റെ ഇൻസൈഡ്, അതായത് തുടക്കത്തിൽ കാണുന്ന ടെമ്പറേച്ചർ ഇൻപുട്ട്, ആൻഡ് ദ ഔട്ട്സൈഡ് സർഫസ് ഓഫ് മാഗ്നസൈറ്റ്, രണ്ടാമതുള്ളതിൻ്റെ വലതു ഭാഗത്തുള്ളത്. മീൻസ് ദാറ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഓഫ് ദി ഹോൾ സിസ്റ്റം 725 degrees Celsius and 1110 degrees Celsius respectively. The contact thermal resistance between the two walls. The contact thermal resistance between the two walls. The contact thermal resistance between the two walls at the interface is. The contact thermal resistance between the two walls at the interface. Interface thermal resistance. സാധാരണ നമ്മൾ ഇന്റർഫേസിൽ പഠിച്ചിട്ടില്ല അല്ലേ. ഇന്റർഫേസ് ടെമ്പറേച്ചർ ഡിഫറൻസ് പഠിച്ചിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. The contact thermal resistance between the two walls at the interface is 0.0035 degrees Celsius per watt or Kelvin per watt. Here it is given as degrees Celsius per watt per unit wall area. Per unit wall area, it is constant. Per unit wall area. If thermal conductivities of silica and manganese are 1.7, if thermal conductivities of silica and manganese are 1.7 watt per meter degree Celsius and 5.8 watt per meter degree Celsius. Calculate the rate of heat loss per unit area of wall. The rate of heat loss or heat transfer per unit area of walls. And second one, the temperature drop at interface. The temperature drop at interface. Okay, അതാണ് ഏറ്റവും വലിയ കാര്യം. ടെമ്പറേച്ചർ ഡ്രോപ്പ് നടക്കുന്നുണ്ട്. സോ ദർ ഇസ് എ ടെമ്പറേച്ചർ
ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദി ഇൻ്റർഫേസ്. ഇൻ്റർഫേസിന് രണ്ട് ടെമ്പറേച്ചർ ഉണ്ടാവാം, ടെമ്പറേച്ചർ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ റെസിസ്റ്റൻസ് വന്നത്, തെർമൽ റെസിസ്റ്റൻസ് ഓഫ് ഇൻ്റർഫേസ് വന്നത്. സോ ദ ഫിഗർ വരച്ച് വെക്കുക. ഫിഗർ എങ്ങനെ വരക്കാം? നമുക്ക് തന്നെ വരക്കാം. ഒന്ന് ഊഹിച്ച് വെച്ചോ. എത്ര വാൾഡ് ആദ്യം അതാദ്യം മനസ്സിലാക്കുക. എത്ര വാൾഡ്? 2. ഓക്കെ, സിലിക്ക വാളും മാഗ്നീസ് ബ്രിക്ക് വാളും, ആ രണ്ട് വാളൊന്ന് വരച്ചു. ജസ്റ്റ് റഫ് ഫിഗർ വരച്ചു. രണ്ട് വാൾ. ഞാൻ ഇതിന്റെ തിക്നെസ് മാർക്ക് ചെയ്തേ. എൽ വാല്യൂ എൽ ഐ ആൻഡ് എൽ ബി 120 mm. This is 0.12 meter. LB second one ഇതാണ് 240 mm, that is 0.24 meter. ഏതാണ് ആദ്യം ഏതാണ് രണ്ടാമതെന്ന് മനസ്സിൽ ഒരിക്കലും ചിന്തിക്കണ്ട. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റിലായിരിക്കും, റൈറ്റ്. ഇൻസൈഡ് ലെഫ്റ്റിലായിരിക്കും, റൈറ്റ് സൈഡ് റൈറ്റ്. ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ്. ഇൻസൈഡ് സിലിക്കയാണ് ഫസ്റ്റ് വരുന്നത്, റൈറ്റ്. ഓക്കെ, ടെമ്പറേച്ചർ മാർക്ക്, റൈറ്റ്. ടെമ്പറേച്ചർ മാർക്ക്. The inside surface of silica brick, the entry wall is 725 degrees Celsius. Height mark here, height. And the outer surface of masonry brick, valate bhagatu thaye 110. അപ്പം അവിടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ ഡ്രോപ്പ് കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. സോ temperature drop ഉണ്ടാവണമെങ്കിൽ എന്തായി സംഭവിക്കുക? I will show the figure. This is the figure. Silica brick is the magnesium brick is here. So this is interface. Li equal to 120 mm, Lb equal to 40 mm. Okay, T1 is 725 degrees Celsius and outside surface is 110. Temperature drop എന്ന് പറയുന്നുണ്ട്. So here you go T1 to T2 and so a small temperature drop interface T2 to T3 and to outside 110. T1 ഉണ്ട് 725 degrees Celsius, T2 is there, T3 is there and T4 is there, right? So ഈ എയിൽ പറയുന്ന ഒരു RTH value, there is RTH value of first one and there is RTH value second one B, and there is also a contact thermal resistance between the intersurface because there is a temperature drop. A drop ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവിടെ what is the ഒരു RTH value. So overall heat transfer rate Q equal to first one, the rate of heat loss per unit area of walls, Q equal to write the equation. Q equal to delta T by R. First equation, delta T by RTH. Q equal delta T by RTH. So next line equal delta T. What is delta T here? Either it is T1 to T2 or T1 to T4. It is T1 to T4. T1 to T4. Okay, T1 to T4. Right, here it is. Delta T equal to T2 into T4, and the resistance, thermal resistance is divided by resistance for first one, LA by KA plus second one. ഇവിടെ ഇന്റർഫേസിൽ പറയുന്നുണ്ട്, ആ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്റർഫേസിൽ ഒരു ഉണ്ടെങ്കിൽ അത് തീർച്ചയായും തന്നിട്ടുണ്ടാവും, റൈറ്റ്? സോ ഇന്റർഫേസ് RTH equal to RTH of A plus RTH of contact surface plus RTH of B, right? RTH of A plus RTH of contact plus RTH of B. That is T1 minus T4 divided by LA by KA plus 0.0035, which is given in the question, plus LB by KB. For unit area, area എടുക്കേണ്ട കാര്യമില്ല, right? Therefore T1 equal to 725 and T4 equal to 1110. LA equal to 0.12, KA equal to 1.7. ഈ ഗിവൺ ഡാറ്റ എഴുതി വെക്കുന്ന പറയുന്ന മാർക്ക് ഉണ്ട് കേട്ടോ. ഗിവൺ ഡാറ്റ അതാദ്യം എഴുതി വെക്കണം, അതിന് മാർക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും പറയണമെന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ എഴുതി വെക്കേണ്ടത് ഗിവൺ ഡാറ്റയാണ്, റൈറ്റ്? എല്ലാ ക്വസ്റ്റ്യനും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അത് എഴുതി വെച്ചാൽ വേറെ മാർക്ക് അതിന് എടുത്ത് എഴുതാൻ പറ്റും. സോ 0.0035 plus 0.24 divided by 5.8. So the total value is കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്ക് വാല്യൂ തെറ്റാവാം.
6.5 divided by that value is together given as 5324.67 watt per meter square. നിങ്ങൾ മീറ്റർ മില്ലിമീറ്ററിലേക്ക് മാറ്റാൻ മറന്നുവെങ്കിൽ വലിയൊരു വാല്യൂ ഒക്കെ മാറാം. 615 divided by 0.0706 plus 0.0035 plus 0.0414, that is together with given as heat transfer rate equal to Q by A per unit area alle Q by A, that is small letter Q equal to 5324.67 watt per meter square. Okay, first part is okay. So the second part എന്തൊക്കെയാണ് question, the interface temperature difference, right? The temperature drop ആണ് കണ്ടുപിടിക്കുന്നത് T2 minus T3. The temperature drop സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. So if there is a temperature drop, we want to find the temperature drop. Temperature drop is T2 minus T3 അല്ലേ? T2 minus T3 ആണ്. T2 minus T3 നമ്മൾ ഇന്നലെ ചെയ്ത സെയിം മെത്തേഡിൽ ചെയ്യാം. That is Q of total Q equal to for this one and for this one അല്ലേ? രണ്ടും എടുക്കാം. Q equal to delta T by R ആണ്, which means that equal to T1 minus T2 by RTH of first one equal to T3 minus T4 അല്ലേ? സെക്കൻഡ് പാർട്ട് എന്താണ്? T3 minus T4 ആണ്. T2 to T3 നടക്കുന്നതാണ്. T4 divided by RTH of തേർഡ് വൺ എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് വൺ എടുക്കാം. സെക്കൻഡ് വൺ നടുക്കെടുക്കുന്ന നമ്മൾ RTH of കോണ്ടാക്ട് ആണ് എടുത്തിരിക്കുന്നത്, റൈറ്റ്? RTH of A plus RTH of B. So for the first equation, Q equal to T1 minus T2 divided by RTH of 1 ൽ നമുക്ക് അറിയാത്ത വാല്യൂ T2 മാത്രമേ ഉണ്ടാവുള്ളൂ, റൈറ്റ്? ശരിയല്ലേ? T1 minus T2 by RTH വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അറിയാത്ത വാല്യൂ T2 മാത്രമേ ഉണ്ടാവുള്ളൂ. So we can find the value of T2 from the first equation. Q equal to T1 minus T2 by RTH. Q ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 5324.67 and T1 is known as 725 degrees Celsius. RTH value of first one is known as LA by KA, right? So we can find the value of T2. And then the second equation എടുത്തു കഴിഞ്ഞാൽ Q equal to T3 minus T4 by RTH of 2. For that equation, the only unknown value will be T3, that is you can find through the equation. RTH value of second one we can known as LB by KB, and for T4 is known as 110 degrees Celsius. The unknown value is T3. കിട്ടുമല്ലോ, like this, ഇങ്ങനെ കിട്ടും. 725 minus T2 divided by LA by KA. I can find T2 equal to something value. The value for T2 is got as 349.14 degrees Celsius. Similarly, T3 also, you can get the T3 value as T2 and T3 മാത്രം കണ്ടുപിടിച്ചിട്ട് നിർത്തരുത്. What is the question is the temperature drop T2 minus T3. You want to find the temperature drop between the interface, that is T2 minus T3 is can be got by separating or subtracting T3 from T2. T2 കൂട്ടിക്കഴിഞ്ഞാൽ T2 minus T3. So all right, so I am proposing another way to find in this condition. ഈ കണ്ടീഷൻ നമുക്ക് വേറൊരു വഴി കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് T2 minus T3 കണ്ടുപിടിക്കാം. അപ്പോൾ we can go എങ്ങനെ കിട്ടും? As I said that Q total Q equal to
Q of first one equal to Q of second one equal to Q of third one, etc., etc., etc. So for second condition, that is for temperature difference between the interface. Interface, okay. RTH value is given in your question, right? RTH value is given in the question 0. Like 0. That is 0.0035, like 0.035, 0.0035 RTH value. A second condition Q in equation Q equal to delta T by R. Delta T, what is delta T? T2 minus T3 for second condition. That is means for temperature drop. So Q equal to T2 minus T3 divided by RTH of contact. This given as 0.0035. So from here directly we can find T2 minus T3 equal to 2 into RTH. It means that 5324.67 into 0.0035. But this is not the right way to do. ഇങ്ങനെയാണ് ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടാവും. വേറെ ചില ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. But if you want to find the each temperature of the interface temperature drop ഉണ്ട്. So if you want to find the temperature of T2 and T3, we can do this method in your problem. നമുക്ക് നമ്മൾ ചെയ്ത പോലെ ചെയ്യാം, റൈറ്റ്? രണ്ടും ചെയ്താലും ഉത്തരം കിട്ടും. ഓക്കെ. സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് T2 T3 വേറെ കിട്ടുന്നില്ല. ഇപ്പം ഞാനിപ്പം കാണിച്ച കണ്ടീഷനിൽ T2 T3 ഡിഫറെൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. We are finding T2 minus T3. So it is not ശരിക്കും വാലിഡേറ്റ് ആവണമെങ്കിൽ T2 T3 കണ്ടുപിടിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രമേ ക്വസ്റ്റ്യൻ വാലിഡേറ്റ് ചെയ്യൂ, റൈറ്റ്? സോ ദിസ് ഇസ് ദ വേ ടു ഡു ദ പ്രോബ്ലം. ഈ ക്വസ്റ്റ്യനിലേക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, റൈറ്റ്? Yes, sir. Okay. Thank you for the response. So moving on to the next one. നമുക്കിപ്പം ഇനി ചെയ്യേണ്ടത് രണ്ട് കണ്ടീഷൻസ് വരും. ഇന്നലെ കുറച്ച് വേറെ കണ്ടീഷൻ ആയിരുന്നു, വിച്ച് ഈസ് ദ RTH വാല്യൂ കണക്റ്റഡ് ഇൻ പാരലൽ കണക്ട് ചെയ്ത സിമ്പിൾ പ്രോബ്ലം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഇഫ് കണക്റ്റഡ് ഇൻ പാരലൽ RTH, ഇപ്പം ഈ ബോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലൽ മാനറിലാണെങ്കിൽ ഇങ്ങനെ വരുന്നത്. We can do a simple problem. Okay. ഈ ക്വസ്റ്റ്യൻ എഴുതി വെക്കാം, നമുക്ക് ചിലപ്പോൾ അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് അവർ ഈസ് ഓൾസോ മൈ തേർഡ് അവർ ഈസ് ടേക്കിംഗ് വരുന്നു ആഫ്റ്റർ ഇന്റർവെൽ. സോ പ്ലീസ് നോട്ട് ഓൺ ദി ക്വസ്റ്റ്യൻ. Find the heat flow rate through the composite wall. റഫ് ഫിഗർ വരക്കാം, റൈറ്റ്? Find the heat flow rate through the composite wall as shown in figure. Find the heat flow rate through a composite wall as shown in figure. Find the heat flow rate through the composite wall as shown in figure. ഒരു ക്യൂബ് പോലെ വരച്ച, റൈറ്റ്? A, B, C, D is the four slabs arranged in a manner to form a wall. ഒരു wall ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 സ്ലാബുകൾ അടുപ്പിച്ച് വെച്ചിരിക്കാൻ, റൈറ്റ്? Assume one-dimensional flow. One-dimensional flow is like that. എന്താ, ഹീറ്റ് ഒരു പുറത്തോട്ട് വന്ന് അതേ പോകുന്നു, അതാണ് വൺ ഡയറക്ഷൻ. വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇതാ ഇവിടെ എൻട്രി ചെയ്യുന്ന എയറോ കാണിച്ചിട്ടുണ്ട്, എക്സിറ്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എൻട്രി ചെയ്തിട്ട് മുകളിലേക്ക് എക്സിറ്റ് ആവുന്നില്ല, അതന്നെയാണ് വൺ ഡയമെൻഷൻ ഫ്ലോ എന്ന് പറയുന്നത്, റൈറ്റ്? ദ വാല്യൂ ഗിവൺ ആസ് KA equal to 150 watt per meter Celsius. KA first one temperature. KB equal to 30 watt per meter Celsius, thermal conductivity of B. KC equal to 65 watt per meter Celsius. KD equal to 50 watt per meter Celsius. Thermal conductivity of the 4 material is already given, and the heat input is given as T1 as given as 400 degrees Celsius. 400 degrees Celsius. 400 degrees Celsius. And the exit temperature is given as a figure. Exit temperature 60 degrees Celsius. 60 degrees Celsius. And for the length of a figure, which means that the area we can do, right?
Simple question ആണ് ചെയ്യുന്നത്. 10 centimeter as width of A and 3 centimeter thickness of A. 8 centimeter of B and C. 5 centimeter for D and 7 centimeter height of C. 3 centimeter height of B. Okay. So, വരച്ചു വെക്കാം നമുക്ക് നോക്കിയിട്ട് we can continue in this class. For this hour I'm taking attendance. Advait, what's your name? Right? Varthi. Okay. Advait present. Okay. 1 minute. Advait present. Present. And Ajay. Ajay Krishna. Agil K. Ajay Krishna is absent. Ajay present. Ajay present. Right. Agilim present.